ഹലോ. ഒരു ചികിത്സ എന്ന് പറയുമ്പോൾ അതിന് 4 ഘടകങ്ങളുണ്ട്. ഒന്ന് വൈദ്യൻ, 2 മരുന്ന്, 3 പരിചാരകൻ നേഴ്സിംഗ്, അതായത് ആ രോഗിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ, മരുന്ന് ആ സമയത്ത് കൊടുക്കാനൊക്കെ ആയിട്ട്, പിന്നെ രോഗി. ഇങ്ങനെ 4 ഘടകങ്ങളാണ്. ഈ 4 ഘടകങ്ങളിൽ ഏതെങ്കിലും ഒന്നില്ല എങ്കിൽ ചികിത്സ നടക്കില്ല. ആ 4 എണ്ണത്തിൽ ആദ്യത്തെ വൈദ്യനെ സംബന്ധിച്ച് എങ്ങനെ വേണമെച്ചാൽ ഒരു രോഗി വന്നു കഴിഞ്ഞാൽ ആ രോഗിയെ അപരിചിതത്വം ഉണ്ടാവരുത്. പൂർവാഭിവാസി കയറി സംസാരിക്കണം ആദ്യം. പിന്നെ പരിചയക്കേട് എന്നൊരു വിഷയം വൈദ്യനെ സംബന്ധിച്ച് ഉണ്ടാവരുത്. പലരും വരിക, ഈ വരുന്ന ആളുകളെ മുഴുവൻ സ്വന്തം വീട്ടിലെ ആളെ പോലെ പെരുമാറണം. അത് പെരുമാറി അവർക്കത് ബോധ്യം വന്നാൽ അവർ എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കും. ആ രോഗിയോട് എപ്പോഴും പെരുമാറുമ്പോൾ ഈ രോഗത്തിനെ സംബന്ധിച്ച് നിസ്സാരമായി പറഞ്ഞിട്ട് അവർ ഭയങ്കര പേടിച്ചിട്ടാണ് അവരുണ്ടാവുക. അത് നിസ്സാരമാണ്, അതിന് ഗൗരവമില്ല എന്നവരെ പറഞ്ഞ് മനസ്സിലാക്കി ചികിത്സിക്കാൻ പുറപ്പെടണം. കൊടുക്കുമ്പോഴല്ല, മരുന്ന് കൊടുക്കുമ്പോൾ ആ രോഗം എങ്ങനെയാണ് ഉണ്ടായത്, എന്താണ് ഉള്ളിൽ സംഭവിച്ചിരിക്കുന്നത് എന്ന് സാമാന്യമായിട്ടൊന്ന് വിവരിച്ച് കൊടുത്ത് ഈ മരുന്ന് എന്താണ് സംഭവിക്കാൻ പോണത് ഈ മരുന്ന് കൊണ്ട് എന്നുള്ളതും പറഞ്ഞു കൊടുക്കണം. അങ്ങനെ അപ്പം അവർക്കൊരു വിശ്വാസം വരും. ഈ വിശ്വാസം ചികിത്സയ്ക്ക് വളരെ പ്രാധാന്യമുള്ള. വൈദ്യൻ എൻ്റെ രോഗിയെ നോക്കുമ്പോൾ കണ്ടം രോഗാതുരം വീരും കൃതജ്ഞം വൈദ്യമാനിനം, ചണ്ടം ജനങ്ങളാൽ വെറുക്കപ്പെട്ട ഒരു വിഭാഗം എന്നാണ് അർത്ഥം. പണ്ടൊക്കെ ജാതി എന്ന് പറയും, ജാതി അല്ല, ഒരു വിഭാഗം. അവരെന്നാ ഈ നായ്ക്കളുടെ മാംസമൊക്കെ കഴിച്ചാൽ ജീവിക്കുക, അതാണ് ചണ്ട. അങ്ങനെ വൃത്തികെട്ട ആളുകളെ ചികിത്സിക്കരുത്. ശോകാതുരം, ദുഃഖത്തിലിരിക്കുക. ശോകം മാക്സിമം ആകെ ഒരു മകനെ ഉണ്ടോ മരിച്ചു കിടക്കുക, ആ സമയത്തൊക്കെയാണ്. അങ്ങനെയുള്ളവർക്ക് മരുന്ന് പിടിക്കില്ല. ചണ്ടം ശോകാതുരം ഭീരും, അയ്യോ ഡോക്ടറെ അച്ഛാ മരുന്ന് പറ്റില്ല കേട്ടോ, എനിക്ക് പേടിയാ എന്നൊക്കെ അങ്ങനെ പറയുന്ന ആളുകൾ. അവര് ഇന്നത് വലിയ പ്രശ്നമില്ല. കാരണം ഡോക്ടർമാര് അവരുടെ ഇതിലാണെങ്കിൽ മയക്കി കഴിഞ്ഞാൽ ആരെ അറിയില്ല. പഴയ കാലത്ത് ആയുർവേദത്തിന്റെ അത് പറയണത്. ശോകാതുരം ഭീരും വൈദ്യം നന്ദിയില്ലാത്തവർക്കും. അതെനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ചികിത്സയൊക്കെ കഴിഞ്ഞ് മാറി എനിക്കൊരു കുറവും ഉണ്ടായില്ല എന്ന് പറയും. അനുഭവത്തിൽ അവർക്ക് നല്ലോണം നടക്കാറായിട്ടുണ്ടാവും. പക്ഷെ അവർ കാശിനെ കൂടുതൽ സ്നേഹിക്കുന്നവരാ. അപ്പൊ അവര് ഇറക്കിയ കാശിന്റെ മുതലായി പറയണേ. അങ്ങനെ നന്ദികേട് കാണിക്കണമെന്ന് കൃതജ്ഞം വൈദ്യമാനിനം. വേറൊരു കൂട്ടരുണ്ട്, അവര് അല്ലേ ഡോക്ടർ ആ മരുന്നൊക്കെ ശരിയാ, പക്ഷെ അതിനൊക്കെ കുറച്ചുകൂടി ഫലം ഈ മരുന്നാവും ചെയ്യും. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ സജഷൻ അവർക്ക് വൈദ്യനാണ് എന്ന് നടിച്ചുകൊണ്ട് വൈദ്യമാനിനം അവരെയും ചികിത്സിക്കരുത്. കൃതജ്ഞം വൈദ്യമാനിനം. ഹീനോപകരണം, നമ്മൾ ചികിത്സിക്കാൻ വേണ്ടി പറഞ്ഞാൽ അവിടെ സൗകര്യങ്ങളൊന്നുമില്ല എന്ന് പറയാം, അവരെ ചികിത്സിക്കരുത്. ഹീനോപകരണം. വ്യഗ്രം എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ ചികിത്സയൊക്കെ നിശ്ചയിച്ചു കഴിഞ്ഞു, ചികിത്സയും തുടങ്ങി. പക്ഷെ അയാൾക്ക് 100 കൂട്ടം ഈ രാഷ്ട്രീയക്കാരൊക്കെ ഇറങ്ങിയിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും അല്ല ചിന്ത. മരുന്ന് കുടിച്ചു കഴിഞ്ഞാൽ രാവിലെ കഷായം കഴിച്ചാൽ ഒരു മോക്കാണ്, പിന്നെ നാട്ടിലെ കാര്യങ്ങളാണ്. അങ്ങനെയുള്ള വ്യഗ്രന്മാര്. ഹൃദയം വൈദ്യമാനിനം. ഹീനോപകരണം വ്യഗ്രം. അവിധേയം, വിധേയമല്ലാത്ത ആള്, നമുക്ക് സ്വാധീനമില്ലാത്ത രോഗി. അതിനിപ്പോൾ ഉദാഹരണം പറയണമെങ്കിൽ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ ഓഫീസിലെ ഒരു പ്യൂൺ, അയാൾക്കൊരു സ്വഭാവം ഉണ്ടാകുന്ന വെച്ചാൽ ഡോക്ടർ പറഞ്ഞ പോലെ ചെയ്യില്ല. ഡോക്ടർ ഓരോ ഗുളിക വീതം കഴിക്കാൻ പറഞ്ഞാൽ ഇയാൾ പറയാം ഡോക്ടർക്ക് രോഗം മനസ്സിലാവാണ്ട, എനിക്ക് അതിലൊക്കെ ശക്തി 2 ഗുളിക വീതം ഇയാൾ കഴിക്കും. അതുപോലെ തന്നെ വിപരീതം. 2 ഗുളിക കഴിക്കാൻ പറഞ്ഞാൽ അത്ര ശക്തിയൊന്നുമില്ല എൻ്റെ രോഗത്തിന് എന്ന് പറഞ്ഞാൽ അയാൾ ഓരോന്നും വീതം കഴിക്കും. ഇങ്ങനെ അവിധേയം, സ്വാധീനമില്ലാത്ത. ഞാനിവിടൊക്കെ രോഗം ഒഴിവാക്കാണ്ടായത്. അവിധേയം, ഗതായുധം, പിന്നെ മരണലക്ഷണങ്ങളെ എന്നെ കാണാം. അങ്ങനെ കണ്ടാൽ അത് ഒഴിവാക്കണം, ചികിത്സിക്കരുത്. പക്ഷെ ആധുനികമായിട്ടുള്ള ഞാൻ പറയാം, ആധുനിക മരിക്കുന്നവരെ ചികിത്സിക്കാനുള്ള പറ്റില്ല. അത് ഒരു ആയുർവേദക്കാരുടെ സംബന്ധിച്ച് ഇതാണ് കൃതജ്ഞം വൈദ്യമാനിനം. ഹീനോപകരണം വ്യഗ്രം അവിധേയം ഗതായുധം. ഇവരെയൊന്നും ചികിത്സിക്കരുത്. ഒരു വൈദ്യൻ മനസ്സിലെത്തേണ്ട കാര്യങ്ങളാണ്. ഇങ്ങനെയൊക്കെയാണ് ചെറുതായിട്ടൊക്കെ ചുരുക്കത്തിൽ ഇതിൽ ഓരോ വിഷയങ്ങളും ഒരു 4 ദിവസങ്ങളിൽ ചുരുക്കിയത് പറയേണ്ടതുണ്ട്. അങ്ങനെ സന്ദർഭം കിട്ടുകയാണെങ്കിൽ അന്ന് ഞാൻ പറയാം, ഇന്ന് ഞാൻ നിർത്തുകയാണ്.